ഹായ് ഫ്രണ്ട്സ്, വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുണ്ടാക്കാനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ഒരല്പം കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾക്ക് മാക്സിമം എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുന്നത് നന്നായിരിക്കും. അതായിരിക്കും കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇതുപോലെ അല്പം കയ്യിലെടുത്ത് ബോൾസ് ആക്കി എടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വലിയൊരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നേർമയായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾസ് ആക്കിയാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. ഇതുപോലെ ആവുന്ന സമയത്ത് ഇപ്പോൾ കയ്യിലൊക്കെ ഒട്ടി പിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ആക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മുഴുവനായിട്ട് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ പുട്ടുകുറ്റിയിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാം. ഇതുപോലെ പുട്ടുകുറ്റിയിൽ തയ്യാറാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇഡ്ഡലി പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ നൂൽപുട്ടിൻ്റെ പാത്രത്തിലായിരിക്കും വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് പരന്നിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പ്രയാസമായിരിക്കും. അല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഇതുപോലെ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കൂടുതൽ സമയം വേവിക്കൊന്നും വേണ്ട കേട്ടോ. ആവി വന്നതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് വേവിച്ച് കൊടുത്താൽ മതി. ഇത് വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം. ഞാൻ ഒരു ശർക്കരയാണ് എടുത്തത്. ഇതൊന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടി ഒന്ന് പൊടിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിപ്പമുള്ള ശർക്കരയായിരുന്നു കേട്ടോ. ഇനി ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം വേവിക്കാൻ വെച്ചിരുന്ന ബോൾസൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അടുത്തത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്നുകൂടി വേവിച്ചെടുക്കാം. ബാക്കിയുള്ളതും വേവിച്ചെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബോൾസൊക്കെ ഓരോന്നാക്കി വിടർത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അതുപോലെ ഓരോന്നായിട്ട് അടർത്തി മാറ്റാൻ കഴിയും. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വലിയ മുന്തിരിയൊക്കെ ആണെങ്കിൽ 2-3 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് ചെറുതാണ്, അധികം വലിപ്പമില്ലാത്തതാണ്. അപ്പോൾ ഞാനിത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള വലുതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആയതിനു ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്കൊരു 3-4 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ബോൾസ് നന്നായിട്ട് ശർക്കര പാനിയിൽ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇതിലുള്ള ശർക്കര പാനി ഒന്ന് വറ്റിച്ചെടുക്കാം. എങ്കിലേ ഇതിലേക്ക് ഈ ബോൾസിലേക്ക് മധുരം നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഇതാ ഇതിലുള്ള ശർക്കര പാനിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഇതുപോലെ തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് ബോൾസ് ഉണ്ടാക്കിയിട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നത്. ഇതുപോലെയല്ല, അത് നമ്മൾ ഇതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് തേങ്ങ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുട്ടൊക്കെ ചുടുന്ന പോലെ തന്നെ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഇടയ്ക്കിടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് അതും. ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് അത്. ഞാൻ ആദ്യത്തിൽ അപ്ലോഡ് ചെയ്തതായിരുന്നത്, ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം കഴിക്കാനായിരിക്കും കേട്ടോ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചൂടാറി കഴിഞ്ഞതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് വിളമ്പാം. അപ്പം നമ്മളെ വീട്ടിൽ സാധാരണയായിട്ടുണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുക. അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.